പരിശുദ്ധ പരിമല തിരുമേനിയുടെ 114-ാം പെരുന്നാളോടനുബന്ധിച്ചുള്ള എല്ലാ ക്രമീകരണങ്ങളിലും ഗവൺമെന്റ് സംവിധാനങ്ങളുടെ ശ്രദ്ധ പതിയണമെന്ന് ആഗ്രഹിച്ച് പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളുടെ 2 കളക്ടർമാരുടെ സാന്നിധ്യത്തിൽ വ്യത്യസ്ത ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചേർത്ത് യോഗം ചേർന്ന ക്രമീകരണം അവലോകനം ചെയ്തു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തുന്ന തീർത്ഥാടകർക്ക് ഇവിടെ ആവശ്യമായ സംവിധാനം സെമിനാരി ഒരുക്കുമ്പോൾ തന്നെ മറ്റു രൂപത്തിലുള്ള ഭൗതിക സാഹചര്യങ്ങൾ അവർക്ക് ലഭ്യമാക്കി കൊടുക്കാനുള്ള എല്ലാ പരിശ്രമവും കേരളത്തിലെ ഗവൺമെന്റ് നടത്തിയിട്ടുണ്ട്. നാനാ ജാതി മതസ്ഥരെ ആളുകളാണ് ഇവിടെ എത്തിച്ചേരുന്നത്. അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭയുടെ നേതൃത്വത്തിലാണ് സംവിധാനങ്ങളും അതിന്റെ ക്രമീകരണങ്ങളും ചെയ്യുന്നതെങ്കിലും എത്തിച്ചേരുന്നത് ഓർത്തഡോക്സ് സഭാംഗങ്ങൾ മാത്രമല്ല, ക്രൈസ്തവ സമുദായങ്ങൾ മാത്രമല്ല, പരിശുദ്ധ പരിമല തിരുമേനിയുടെ മധ്യസ്ഥതയിൽ നിരവധി പ്രയാസങ്ങളെ തരണം ചെയ്യാൻ കഴിഞ്ഞ വ്യത്യസ്ത ജാതിയിലും മതത്തിലും പെട്ട ആളുകളുടെ ഒരു പുണ്യഭൂമിയായി പരിമല മാറിയിട്ടുണ്ട്. പൊതുവായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവിടെ വന്ന് പ്രാർത്ഥന നടത്തുന്ന ആളുകളുണ്ട്. ഒരു സമൂഹം മൊത്തമായി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ തരണം ചെയ്യാൻ പരിശുദ്ധ തിരുമേനിയുടെ മധ്യസ്ഥത്തിനു വേണ്ടി അഭയാചന കഴിക്കുന്ന നിരവധി ആളുകൾ ഇവിടെ ഉണ്ട് എന്നതും വലിയ ഒരു പ്രതീക്ഷ നൽകുന്ന വസ്തുതയാണ്. കേരളത്തിന്റെ പോലീസ്, ഗതാഗത വകുപ്പ്, ജലവിഭവ വകുപ്പ്, ഇവിടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഇവരുടെ എല്ലാവരുടെയും പങ്കാളിത്തം ഇതിന്റെ ക്രമീകരണങ്ങൾ ഉറപ്പാക്കുന്നത് ഇത് ഒരു മതേതര സംഗമമായി മാറിയിരിക്കുന്നു എന്നുള്ളത്. ഇത്തരം സംഗമങ്ങളിലൂടെ, വിശ്വാസ സംഗമങ്ങളിലൂടെയും തീർത്ഥാടനങ്ങളിലൂടെയും നല്ല പ്രേരണകൾ സമൂഹത്തിൽ നന്മ ചെയ്യാൻ, തിന്മയെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള നല്ല പ്രേരണകൾ ഉണ്ടാകുന്നു എന്നതാണ് ഒരു സാമൂഹ്യ ജീവിതത്തിൽ ഈ പെരുന്നാളും അതുമായി ചേർന്നിരിക്കുന്ന സമ്മേളനങ്ങളും മറ്റ് തെളിവുകളും നൽകുന്ന വലിയ ഗുണപരമായ അംശം എന്നുകൂടി ഞാൻ ഓർമ്മിക്കുന്നു. പെരുന്നാളിനും അതിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സംസ്ഥാന സർക്കാരിന്റെ എല്ലാ പിന്തുണയും തുടർന്നും ഉണ്ടായിരിക്കുമെന്ന് വിനയപൂർവ്വം ഞാൻ അറിയിക്കുന്നു.